നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കഷ്ടപ്പെടുത്തിയിട്ടല്ല ആന്റി പറഞ്ഞത്, ഇതുവരെയുള്ള എന്റെ അനുഭവങ്ങൾ വെച്ചിട്ടാ പറഞ്ഞത്. നിങ്ങൾക്കും കുറെയൊക്കെ അറിയാവുന്നതല്ലേ. സൂര്യ പറയുന്നതിലും കാര്യമൊക്കെ ഉണ്ട് ഭാവന. ഒരു കാര്യമില്ല അങ്കിള് നിങ്ങളെ ഇറക്കി വിട്ടത്. അപ്പൊ പിന്നെ അങ്കിൾ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കട്ടെ. ഇതങ്ങനെ വാശി പിടിച്ച് മാറി നിൽക്കാൻ പറ്റുന്ന കാര്യമല്ല സേതുവേട്ടാ. അങ്കിൾ അവിടെ ആളാകെ മാറിയിരിക്കുക. ഇന്നലെ രാത്രി അങ്കിള് നന്നായിട്ട് മദ്യപിച്ചെന്നാ ആന്റി പറഞ്ഞത്. കൊള്ളാം ഭാവന, നല്ല തമാശ. ഞാനതങ്ങ് വിശ്വസിച്ചു. സൂര്യ, ഈ ഒരു അവസ്ഥയില് ആന്റി ഒരിക്കലും കള്ളം പറയേണ്ട കാര്യമില്ല. അത്രയ്ക്കും ഫീലായ ആന്റി എന്നോട് സംസാരിച്ചത്. പിന്നെ അറം പറ്റുന്ന ചില വാക്കുകളും അങ്കിള് പറഞ്ഞു എന്ന്. ഇതിപ്പം ഇങ്ങനൊരു അവസ്ഥയില് ജയില്ലാത്തത് പറയൂ മോനെ. ഈ സാഹചര്യത്തില് മോനൊന്നു പോയി അച്ഛനെ കാണാൻ. അങ്ങനെയെങ്കിലും ആ പരിഭവം അങ്ങ് മാറട്ടെ. ഇക്കാര്യത്തിൽ എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല ആന്റി. എന്റെ അമ്മ എനിക്കല്ലേ അറിയൂ. സൂര്യ, ഭാവന, ഞാൻ എന്തായാലും ഇല്ല. ഇനിയും നാണം കിടണമെങ്കിൽ തനിക്ക് പോവാം. എന്നെ പ്രതീക്ഷിക്കണ്ട. സൂര്യ, ഈ കാര്യത്തിൽ ഞാൻ സൂര്യയുടെ ഭാഗത്ത് തന്നെയാ ഭാവന. എന്തെങ്കിലും കാര്യമില്ല സൂര്യ ഇങ്ങനെ പറയത്തില്ല. ഭാവന, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഞാനും അത് തന്നെ മായച്ച് ആലോചിക്കുന്നത്. ബന്ധങ്ങളൊക്കെ മുറിച്ചു മാറ്റാൻ എളുപ്പമാണ്, പക്ഷെ അത് വീണ്ടും കൂട്ടിച്ചേർക്കാനാ പാട്. അതുകൊണ്ട് എത്രയും വേഗം ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി പറ്റൂ. ഇനിയിപ്പോ മറിച്ചൊരു ചിന്ത വേണ്ട. നിങ്ങൾ രണ്ടുപേരും പോയി സൂര്യയുടെ അച്ഛനെ കാണാം. അത് വേണോ അമ്മേ? വേണം സേതുവേട്ടാ. സൂര്യൻ ഭാവനയോട് പോകുന്നെങ്കിൽ പോവാൻ പറഞ്ഞതല്ലേ. അവളൊന്ന് പോയി സംസാരിക്കട്ടെ. അതെ സേതുവേട്ടാ, അതാ ഇപ്പൊ നല്ലത്. അല്ലാതെ അച്ഛനും മോനും തമ്മിലുള്ള നിസ്സാര പിണക്കം വലുതാക്കുകയല്ല വേണ്ടത്. അതേടാ, ക്ഷമിക്കാൻ പറ്റുന്നൊക്കെ ക്ഷമിക്കണം. ഇല്ലെങ്കിൽ ഒരിക്കലും കൂട്ടിച്ചേർക്കാൻ പറ്റാത്ത വിധം വേർപെട്ടു പോകും.